നമ്മുടെ കാലടിപ്പാടുകൾക്ക് തൊട്ടടുത്ത് നാം പോലും അറിയാതെ പതിയിരിക്കുന്ന ഒരു അപകടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ ഭീതിയിലഴ്ത്തുകയാണ്. വീടിൻ്റെ ഉമ്മറത്തോ കിടപ്പുമുറിയിലോ പോലും പാമ്പുകൾ എത്തുന്ന അവസ്ഥ. പാമ്പുകളെ പേടിക്കണോ അതോ അവയെ മനസ്സിലാക്കണോ? ഒരു പാമ്പ് കടിയേറ്റാൽ മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? എല്ലാ പാമ്പുകളും വിഷമുള്ളവയാണോ? കടിയേറ്റാൽ ആദ്യത്തെ 1 മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം? പാമ്പുകളെക്കുറിച്ചും അവയുടെ വിഷത്തെക്കുറിച്ചും ഏറ്റവും പ്രധാനമായി പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കാൻ ഈ അറിവ് നിർബന്ധമാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. ചികിത്സയുമായും ആരോഗ്യവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം നമുക്ക് ഒരു ആശുപത്രി കേസ് വന്നാൽ എത്ര രൂപ വരെ ആവാറും? 10,000-ങ്ങൾ, ചിലപ്പോൾ 3 ലക്ഷം, 4 ലക്ഷം, അല്ലെങ്കിൽ ചിലപ്പോൾ 50-60 ലക്ഷമൊക്കെ ആവാറുണ്ട്. ഇതൊന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ ഈ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിലെ ഓരോ തുകയും വിറ്റ് പെറുക്കാൻ നമ്മൾ തയ്യാറാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിനൊരു പ്രൊട്ടക്ഷൻ വേണം. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം പറയുകയാണ്, ഇഷ്ടമുള്ള ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചോളൂ. കാരണം ചികിത്സാ ചിലവ് ആ രീതിയിൽ കൂടി വരികയാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പ്ലാൻ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടണം, ലാഭകരമായിട്ട് വേണം, എന്നാൽ നല്ല കമ്പനി തന്നെ വേണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നോക്കിയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ ഒന്നിച്ച് കാണാം. താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ധാരാളം സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ എടുത്തിട്ടുമുണ്ട്. വളരെ എളുപ്പവും വിശ്വസനീയവുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഗുണം. പിന്നെ 25% ഡിസ്കൗണ്ടും കാണും. പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് വിദേശത്തേക്കാൾ 35-40% വരെ കുറഞ്ഞ ചിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. ബേസിക് പ്ലാനുകളൊക്കെ മാസം 400-500 രൂപയിൽ തുടങ്ങുന്നുണ്ട്. 1 കോടി വരെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാം. അപ്പോൾ നമ്മൾ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ മുൻകൂട്ടി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഭൂമിയിലെ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും പാമ്പുകളെ ഭയത്തോടെയും ആരാധനയോടെയുമാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു ജീവി എന്ന നിലയിലായിരിക്കും. നമ്മുടെ ഇടയിലുണ്ടെങ്കിലും അപൂർവമായി മാത്രം കാണുന്ന, രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും വ്യത്യസ്തമായ, കാലുകളും ചെവികളുമില്ലാത്ത, എപ്പോഴും കണ്ണു തുറന്നിരിക്കുന്ന ഈ ജന്തു എല്ലാം കൊണ്ടും വ്യത്യസ്തമായതുകൊണ്ടാകാം. എന്തായാലും ഈ ആധുനിക കാലത്തും പാമ്പ് എന്ന് കേട്ടാൽ ഭയക്കാത്തവർ ചുരുക്കമാണ്. പാമ്പ് ഒരു ശീതരക്ത ജീവിയാണ്. ഓ, അതെന്താണപ്പാ? നോക്കൂ കൂട്ടുകാരെ, എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നതിലെ പ്രധാന ഘടകമാണ് ശരീര താപനില അഥവാ ബോഡി ടെമ്പറേച്ചർ. മനുഷ്യർ, മറ്റ് മാമൽസ് അടക്കം എല്ലാ വലിയ ജീവികളും ഏത് കാലാവസ്ഥയിലും ശരീര താപനില ഒരേപോലെ നിലനിർത്താൻ വേണ്ടി അവയ്ക്ക് അതിൻ്റേതായ ഒരു മെക്കാനിസമുണ്ട്. എത്ര വലിയ ചൂടുകാലത്തും തണുപ്പ് കാലത്തും നമ്മുടെ ശരീരത്തിൻ്റെ ആവറേജ് ചൂട് 37 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഓരോ ജീവികളിലും ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവയ്ക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ധാരാളം ഭക്ഷണം കഴിക്കണം. എയർ കണ്ടീഷണർ പ്രവർത്തിക്കാൻ ധാരാളം വൈദ്യുതി ആവശ്യമുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെയുള്ള ജീവികളെയാണ് ഉഷ്ണരക്ത ജീവികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ മെക്കാനിസം ഇല്ലാതെ പരിസരത്തിൻ്റെ ചൂടനുസരിച്ച് ശരീര താപനിലയ്ക്ക് വ്യത്യാസം വരുന്ന ജീവികളുണ്ട്. പാമ്പുകളടക്കമുള്ള ഇഴജന്തുക്കൾ ഈ വിഭാഗമാണ്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ ഇവരുടെ ബോഡി ടെമ്പറേച്ചറും കൂടും, കുറയുമ്പോൾ കുറയും. അതുകൊണ്ട് തണുപ്പ് കാലത്ത് ഇവ കഴിയുന്നതും പുറത്തിറങ്ങില്ല, മരവിച്ച് ചത്തുപോകും. ചൂട് കാലത്താണ് ഇവയെ കൂടുതലായി കാണുക.
ചൂടുകാലത്ത് കുറ്റിച്ചെടികൾ, കരിയിലകൾ, വീടിനുള്ളിൽ കട്ടിൽ, തലയണ, ഷൂസുകൾ തുടങ്ങിയവയിലൊക്കെ ഇവർ കയറിയിരിക്കും. ഇങ്ങനെ പാമ്പ്, പല്ലി, പഴുതാര തുടങ്ങിയ എല്ലാ ഉരകവർഗങ്ങളും, അതായത് റെപ്റ്റൈൽസ്, അറിയപ്പെടുന്നത് ശീതരക്തജീവികൾ എന്നാണ്. ബോഡി ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി ഊർജം ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണം മതി. ഒരു എലിയെയൊക്കെ വിഴുങ്ങിയാൽ പിന്നെ ആഴ്ചകളോളം ഇവയ്ക്ക് ഭക്ഷണമേ ആവശ്യമില്ല. ഇര പിടിക്കാനും ജീവരക്ഷയ്ക്ക് വേണ്ടിയുമൊക്കെ പ്രകൃതി എല്ലാ ജന്തുക്കൾക്കും ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചില ഇനം പാമ്പുകൾക്ക് നൽകിയിരിക്കുന്നത് വിഷമാണ്. നോക്കൂ, പൊതുവേ ജീവനെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് വിഷം എന്ന് മലയാളത്തിലും പോയിസൺ എന്ന് ഇംഗ്ലീഷിലും പറയുന്നത്. എന്നാൽ പാമ്പുകളുടെ വിഷത്തിന് ഇംഗ്ലീഷിൽ പോയിസൺ എന്നല്ല പറയുന്നത്, വെനം എന്നാണ്. കാരണം സാധാരണ വിഷം പ്രവർത്തിക്കുന്നത് പോലെ ദഹന വ്യവസ്ഥയിലൂടെ ആന്തരിക അവയവങ്ങളെ തകർത്ത് ജീവനെ ഇല്ലാതാക്കുന്ന രീതിയിലല്ല സ്നേക്ക് വെനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ വിഷം നേരിട്ട് കുടിച്ചാൽ ഉള്ളിൽ മുറിവുകളൊന്നുമില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഏതൊരു ആഹാര പദാർത്ഥവും പോലെ നമ്മുടെ ദഹന വ്യവസ്ഥ പാമ്പിൻ വിഷത്തെയും ദഹിപ്പിക്കും. കാരണം വെനം എന്നത് മുഖ്യമായും പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും അതിസങ്കീർണമായ ഒരു മിക്സ്ചറാണ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ നിസ്സാരമാണ്. വാവാ സുരേഷൊക്കെ പാമ്പിൻ വിഷം കുടിച്ച് ഡെമോ നടത്തുന്ന വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ വേറൊരു ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്താകമാനമുള്ള പാമ്പിൻ വർഗ്ഗങ്ങളിൽ 10% മാത്രമേ വിഷമുള്ളൂ. അപ്പോൾ ബാക്കി 90%നും ഈ അതിജീവനവും ജീവരക്ഷയും ഇരപിടിക്കലും ഒന്നും വേണ്ടേ? തീർച്ചയായും ഓരോ ജീവിക്കും അതിൻ്റേതായ ജീവിത സാഹചര്യങ്ങളും കഴിവുകളും അനുസരിച്ചാണ് പ്രകൃതി അതിൽ പരിണാമങ്ങൾ വരുത്തുന്നത്. അണലി, മൂർഖൻ, രാജവെമ്പാല തുടങ്ങിയ വിഷപ്പാമ്പുകൾക്ക് ഇരയെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇരയെ കിട്ടിയാൽ അതിനെ കൊന്നു വിഴുങ്ങണം. അത് രക്ഷപ്പെടാതിരിക്കാൻ അതിനെ തളർത്തണം. അതിന് വിഷം വേണം. അതുപോലെ ശത്രുക്കളിൽ നിന്ന് പെട്ടെന്ന് ഇഴഞ്ഞു മാറാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ്. അപ്പോൾ വെല്ലുവിളികളെ നേരിടാനും ശത്രുവിനെ ഭയപ്പെടുത്താനും ഇവയ്ക്ക് വിഷം ആവശ്യമാണ്. അണലിയെ മിസ്റ്റർ 360 ഡിഗ്രി എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം അവയുടെ മിന്നൽ വേഗത്തിലുള്ള റെസ്പോൺസ് അത്ര ഭീകരമാണ്. പക്ഷേ അവ ഇഴയുന്ന വേഗത വളരെ കുറവാണ്. എന്നാൽ ചേരയും നീർക്കോലിയുമൊക്കെ ഇഴയുന്നത് വളരെ വേഗത്തിലാണ്. വിഷമില്ലാത്ത ചേര, നീർക്കോലി തുടങ്ങിയ പാമ്പുകൾക്ക് അതിവേഗം ചലിക്കാൻ കഴിയും. അവയുടെ പ്രധാന ഇരകൾ ചെറുജീവികളാണ്. അവയെ ഓടിച്ചു പിടിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ശത്രുക്കളിൽ നിന്നും വേഗത്തിൽ ഇഴഞ്ഞ് രക്ഷപ്പെടാനും ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിഷം ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഇനം വിഷപ്പാമ്പാണ് മൂർഖൻ. മൂർഖൻ കടിച്ചാൽ അത് ബാധിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയെയും മസിൽ സിസ്റ്റത്തെയുമാണ്. നെർവ്സ് അഥവാ നാഡികൾ വഴിയാണല്ലോ തലച്ചോറിൽ നിന്ന് സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. മൂർഖൻ്റെ വെനം ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മസിലുകളുടെ പ്രവർത്തനവും നിലയ്ക്കും. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ചലനങ്ങളും മസിലുകളിലൂടെയാണ് നടക്കുന്നത്. കൈകാലുകൾ അനങ്ങുന്നതും കണ്ണ് ചിമ്മുന്നതും ഹൃദയം പ്രവർത്തിക്കുന്നതും ശ്വാസകോശങ്ങൾ പ്രവർത്തിച്ച് ഓക്സിജൻ എടുക്കുന്നതുമെല്ലാം വിവിധ മസിലുകളുടെ പ്രവർത്തനത്തിലാണ്. ഈ മസിലുകൾ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ചാണ്. ഈ ആജ്ഞകൾ നാഡീവ്യൂഹം വഴി എത്തിയില്ലെങ്കിൽ അവ അനങ്ങില്ല. നാം മൊബൈലിൽ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ ആവശ്യത്തിന് റേഞ്ച് ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുമോ? അതുപോലെ അങ്ങനെ മസിലുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ശ്വാസകോശം നിലയ്ക്കും. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ കോശങ്ങൾ നശിക്കും. ഹൃദയം നിലയ്ക്കും. ആൾ മരിക്കും. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത് കൊണ്ടാണ് മൂർഖൻ്റെ വിഷത്തെ ന്യൂറോടോക്സിക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അപകടകാരിയും അഗ്രസീവുമായ അണലി, റസ്സൽ വൈപ്പറിൻ്റെ വെനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ല. അത് ബാധിക്കുന്നത് രക്തത്തെ നേരിട്ടാണ്. രക്തത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണല്ലോ കൊയാഗുലേഷൻ അഥവാ കട്ട പിടിക്കാനുള്ള കഴിവ്. ഈ കഴിവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിയാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനാവശ്യമായി രക്തം കട്ട പിടിക്കും. അങ്ങനെ രക്തയോട്ടം തടസ്സപ്പെടും.
കുറഞ്ഞാൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം നിലയ്ക്കാതെ അതിങ്ങനെ രക്തം ചോർന്നു പോയി ആൾ മരിക്കും. ഹീമോഫീലിയ എന്ന അസുഖമുള്ളവരുടെ പ്രശ്നം ഇതാണ്. നാം ഭക്ഷണം കഴിക്കുമ്പോഴും ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുമ്പോഴുമെല്ലാം ഉള്ളിൽ തീരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ തന്നെ ഉണങ്ങുന്നുമുണ്ട്. രക്തം കട്ട പിടിക്കാനുള്ള ശേഷി ഇല്ലാതായാൽ ഈ മുറിവുകൾ ഉണങ്ങില്ല. ആന്തരിക രക്തസ്രാവം, ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിച്ച് രക്തം ഛർദ്ദിക്കും. ചെവിയിലൂടെയും മൂക്കിലൂടെയും എല്ലാം രക്തം വരും. അണലി കടിക്കുമ്പോൾ ആദ്യം അത് ശരീരത്തിൽ പല ഭാഗത്തുമായി രക്തം കട്ട പിടിപ്പിക്കും. അങ്ങനെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള കൊയാഗുലേഷൻ ഫാക്ടറുകൾ മുഴുവൻ ഉപയോഗിച്ച് തീരുമ്പോൾ ശരീരത്തിൻ്റെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. മേൽ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിക്കും. രക്തം ഛർദ്ദിക്കും. മൂക്കിലൂടെയും ചെവിയിലൂടെയും മൂത്രത്തിലൂടെയും മാത്രമല്ല, രോമകൂപങ്ങളിലൂടെ വരെ രക്തം വരും. കിഡ്നികൾ പൂർണ്ണമായും നിലയ്ക്കും. ആൾ മരിക്കും. കുറച്ച് ദിവസം മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ദാരുണമായ ഒരു സംഭവമുണ്ടായി. ഉറങ്ങിക്കിടന്ന 2 കുട്ടികളെ രാത്രിയിൽ അസ്വസ്ഥതയുണ്ടായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് മരിച്ചു. ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റു എന്ന് മനസ്സിലായി. തിരഞ്ഞപ്പോൾ തലയിണയ്ക്ക് കീഴിൽ നിന്ന് ശംഖുവരയൻ പാമ്പിനെ കിട്ടി. ഉടൻ തന്നെ മറ്റേ കുട്ടിക്ക് ആൻറ്റിവെനം നൽകി. കുറച്ച് ദിവസത്തെ ഗുരുതര അവസ്ഥയ്ക്ക് ശേഷം കുട്ടി രക്ഷപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു പാമ്പാണ് ശംഖുവരയൻ അഥവാ വെള്ളിക്കട്ടൻ. കാരണം എന്തെന്നാൽ ഇവയുടെ വിഷപ്പല്ലുകൾ വളരെ നേർത്തതാണ്. അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ അത് കടിച്ചു പറിച്ചെടുക്കും. ഭീകരമായ വേദനയും എല്ലാം ഉണ്ടാകും. എന്നാൽ ഈ വളരെ നേർത്ത വിഷപ്പല്ലുകൾ ഉള്ളത് കാരണം ഈ ശംഖുവരയൻ കടിച്ചാൽ ഒരു കൊതുക് കടിക്കുന്ന വേദന പോലും ഉണ്ടാകില്ല, അറിയുക പോലുമില്ല. എന്നാൽ വളരെ വീര്യം കൂടിയ ന്യൂറോടോക്സിക് വിഷമാണിത്. അവിടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ ചുണ്ടിൽ കടിയേറ്റിട്ട് പോലും അറിഞ്ഞില്ല. വിഷപ്പാമ്പ് കടിച്ചാലുള്ള പ്രതിവിധി ആൻറ്റീവനം മാത്രമാണ്. ആൻറ്റീവനം നിർമ്മിക്കുന്നത് പാമ്പിൻ വിഷത്തിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ ആദ്യഘട്ടം വിഷപ്പാമ്പുകളിൽ നിന്ന് തന്നെ വെനം ശേഖരിക്കുക എന്നതാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വെനം കുറേ അധികം കെമിക്കൽ പ്രോസസ്സുകൾക്കൊടുവിൽ അതിലെ മോളിക്കുലാർ സ്ട്രക്ചർ മാത്രം നിലനിർത്തി വീര്യം കുറച്ചെടുക്കും. ഇങ്ങനെ വീര്യം കുറഞ്ഞ വിഷം ആരോഗ്യമുള്ള കുതിരയിൽ കുത്തിവെക്കുമ്പോൾ കുതിരയ്ക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുതിരയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതിൻ്റെ പ്രതിരോധ വ്യവസ്ഥ വിഷത്തിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. കുതിരയിൽ നിന്ന് രക്തം ശേഖരിച്ച് അതിൽ നിന്ന് ഇപ്പറഞ്ഞ ആൻറ്റിബോഡികൾ വേർതിരിച്ചാണ് ആൻറ്റീവനം ഉണ്ടാക്കുന്നത്. വളരെ സങ്കീർണവും ചെലവേറിയതുമായ പ്രോസസ്സാണിത്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയിൽ ഈ ആൻറ്റീവനം കുത്തിവെക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന വിഷത്തിനെ നിർവീര്യമാക്കുമ്പോഴാണ് രോഗി രക്ഷപ്പെടുന്നത്. ഇവിടെ വേറൊരു സംശയം വരാം. അണലിയുടെയും മൂർഖൻ്റെയും ഒക്കെ വിഷം വ്യത്യസ്തമായ രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാമ്പ് കടിയേറ്റ ആശുപത്രിയിൽ ചെന്നാൽ കുത്തിവെക്കുന്ന ആൻറ്റീവനം ഒന്നു തന്നെയാണല്ലോ. പണ്ടൊക്കെ പാമ്പ് കടിയേറ്റ് ചെന്നാൽ ഏത് പാമ്പാണ് എന്ന് കൃത്യമായി പറയണമായിരുന്നു. ഓരോ വിഷത്തിനുമുള്ള ആൻറ്റീവനം അന്നൊക്കെ പ്രത്യേകമായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതിന് മോണോവാലൻ്റ് ആൻറ്റീവനം എന്നാണ് പറയുക. എന്നാൽ ബയോടെക്നോളജി പുരോഗമിച്ചപ്പോൾ ഒരേ ആൻറ്റീവനത്തിൽ തന്നെ പല പാമ്പുകളുടെ വനത്തിനനുസരിച്ചുള്ള മോളിക്കുലാർ സ്ട്രക്ചർ ഇണക്കിച്ചേർത്തുള്ള പോളിവാലൻ്റ് ആൻറ്റീവനം ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാധാരണയായ മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, ചുരുട്ടമണ്ഡലി എന്നിവയ്ക്കൊക്കെ ഒറ്റ ആൻറ്റീവനം മതി. എന്നാൽ ഇന്ത്യയിൽ രാജവെമ്പാല, കടൽപ്പാമ്പുകൾ തുടങ്ങിയവയുടെ ആൻറ്റീവനം ലഭ്യമല്ല. കാരണം ഇവയുടെ കടിയേൽക്കുന്നത് വളരെ വളരെ കുറവാണ് എന്നതാണ്. ഒരു ആൻറ്റീവനം വികസിപ്പിക്കുക, പോളിവാലൻ സ്ട്രക്ചറിൽ അവയെ ഉൾപ്പെടുത്തുക എന്നതൊക്കെ വളരെ വളരെ ചിലവേറിയ കാര്യമാണ്. ഉപയോഗമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ സമയവും പണവും കളയണ്ടല്ലോ. വെനം എക്സ്ട്രാക്ഷൻ, പാമ്പിൻ വിഷം ശേഖരിക്കുക എന്നത് എത്ര അപകടം പിടിച്ച കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു തൊഴിലാണിത്. പുറത്തൊരു പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പാമ്പ് കടിയേറ്റാൽ എത്രയും വേഗം ആൻറ്റീവനമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നതാണ്. മുറിവിന് മുകളിൽ മുറുക്ക കെട്ടുക, മുറിവ് വലുതാക്കുക, രക്തമൊഴുക്കിക്കളയുക എന്നതൊന്നും ചെയ്യരുത്.
കാലിലാണെങ്കിൽ കാൽ ഭൂമിക്ക് പാരല്ലായി വയ്ക്കുക. കടിയേറ്റയാൾ നടക്കുകയോ ഓടുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. അപ്പോൾ രക്തയോട്ടം കൂടി പെട്ടെന്ന് വിഷം വ്യാപിക്കാൻ കാരണമാകും. കടിയേറ്റ് അരമണിക്കൂർ എന്ന ഗോൾഡൻ ടൈമിൽ തന്നെ എത്രയും വേഗം ആൻജീവനം എടുക്കുക. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ ആൻജീവനം ലഭ്യമാണ്. ഇത് വളരെ വിലയേറിയതാണ്. എക്സ്പയറി വളരെ കുറവും. ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടമായതുകൊണ്ട് എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യമില്ല. സത്യത്തിൽ ബിസിനസ് താൽപ്പര്യങ്ങൾ നോക്കാതെ എല്ലാ ആശുപത്രികളിലും ആൻജീവനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കർശനമായ നിയമനിർമ്മാണം ഇവിടെ അത്യാവശ്യമാണ്. ശരി, എന്നിട്ട് എന്തിനാ ഈ പണ്ടാരത്തിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് കാട്ടിൽ കൊണ്ടുവിടുന്നത്? സ്പോട്ടിൽ തല്ലിയങ്ങ് കൊന്നാൽ പോരെ? നോക്കൂ, ഒരു കാർഷിക വ്യവസ്ഥിതിയിൽ വിളകൾ നശിപ്പിക്കുന്ന ജന്തുക്കളെ ഭക്ഷിക്കുന്ന പാമ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിന് വിഷപ്പാമ്പുകൾ എന്തിനാണ്? ചേരയെപ്പോലുള്ള നിരുപദ്രവ ജീവികൾ പോരെ? നോക്കൂ കൂട്ടുകാരെ, ലോകത്താകെയുള്ള പാമ്പിൻ വർഗ്ഗങ്ങളിൽ വെറും 10% മാത്രമേ വിഷമുള്ളൂ. മനുഷ്യന് ഈ വിഷപ്പാമ്പുകളെ കൊണ്ട് വലിയ ഉപകാരമുണ്ട്. പാമ്പിൻ വിഷത്തിൻ്റെ പ്രത്യേകതകളും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മുകളിൽ പറഞ്ഞല്ലോ. ജീവൻ എടുക്കുന്ന ആ പ്രത്യേകതകൾ തന്നെയാണ് ജീവരക്ഷയ്ക്കും ഉപയോഗിക്കുന്നത്. ഒന്ന് ഞെട്ടിയോ കൂട്ടുകാരെ? ഇടിമിന്നൽ എത്ര അപകടകാരിയാണ്. അത് വൈദ്യുതിയാണ്. ആ വൈദ്യുതിയെ സംസ്കരിച്ച് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ ലോകം ഇങ്ങനെയൊക്കെ പോകുന്നത്. അണുശക്തി എത്ര അപകടമാണ്. എന്നാൽ അതേ അണുശക്തിയെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ? രക്തം കട്ട പിടിപ്പിക്കാനും അല്ലാതെയാക്കാനുമുള്ള അണലിയുടെ വിഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ. അതായത് അണലിയുടെ വെനത്തിൽ കൊയാഗുലേഷൻ, ആൻറ്റി കൊയാഗുലേഷൻ എന്നീ 2 കാര്യങ്ങളും ചെയ്യാനുള്ള പ്രോട്ടീനുകളും എൻസൈമുകളും ഉണ്ട്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികൾക്ക് ആഫ്രിക്കൻ അണലിവർഗമായ സോസ്കെയിൽഡ് വൈപ്പറിൻ്റെ വിഷത്തിൽ നിന്ന് വികസിപ്പിച്ച ടിറോഫൈബാൻ എന്ന മരുന്ന് ഏറ്റവും ഫലപ്രദമാണ്. ഹൃദയ ശസ്ത്രക്രിയ, ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞവർക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട രക്തത്തിനെ തിന്നാക്കുന്ന, നേർമയുള്ളതാക്കി നിലനിർത്തുന്ന ബ്ലഡ് തിന്നർ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. ഇവയുണ്ടാക്കുന്നതും അണലി വിഷത്തിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ പ്രഷർ അഥവാ രക്തസമ്മർദ്ദത്തിന് നൽകുന്ന പ്രശസ്തമായ മരുന്നായ കാപ്റ്റോപ്രിൽ വികസിപ്പിച്ചത് ബ്രസീലിയൻ പിറ്റ് വൈപ്പറിൻ്റെ വിഷത്തിൽ നിന്നുള്ള പഠനങ്ങളിലൂടെയാണ്. രക്തം കട്ട പിടിക്കാതെ ചെറിയ മുറിവുകളിൽ നിന്ന് പോലും ബ്ലീഡിങ് തുടർന്ന് അപകടത്തിലാക്കുന്ന ഹീമോഫീലിയ രോഗികൾക്ക് ആവശ്യത്തിന് രക്തം കട്ട പിടിക്കാനുള്ള കൊയാഗുലേഷൻ നടക്കാൻ ആവശ്യമായ മരുന്നുകൾ ഉണ്ടാക്കുന്നതും അണലി വിഷത്തിൽ നിന്ന് തന്നെയാണ്. അതുപോലെ മൂർഖൻ, രാജവമ്പാല തുടങ്ങിയ പാമ്പുകളുടെ വെനം ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തെയാണെന്ന് പറഞ്ഞല്ലോ. നാഡികളെ തളർത്തി ബ്രെയിനിലേക്കും തിരിച്ചുമുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തുന്നതാണ് ഇവയുടെ പൊതുവെയുള്ള രീതി. ഈ പ്രത്യേകത ഉപയോഗിച്ച് തന്നെ വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലറുകൾ നിർമ്മിക്കുന്നുണ്ട്. നമുക്കെങ്ങനെയാണ് വേദന എന്ന അനുഭവം ഉണ്ടാകുന്നത്? ശരീരത്തിലൊരു മുറിവ് സംഭവിക്കുമ്പോൾ അവിടെയുള്ള നെർവുകൾ ആക്റ്റീവ് ആവുകയും അവിടെ നിന്ന് സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തുകയും ബ്രെയിൻ ഈ സന്ദേശങ്ങൾ അനലൈസ് ചെയ്ത് ശരീരത്തിന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അലർട്ടാണ് വേദന എന്ന് പറയുന്നത്. ഈ മെസ്സേജുകൾ തലച്ചോറിലേക്ക് പോയില്ല എങ്കിൽ വേദന എന്ന ഫിനോമിനനും ഉണ്ടാകില്ല. നാം തലവേദനയും മറ്റും വരുമ്പോൾ പാരസിറ്റമോളൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. വേദന ഉണ്ടാകാനുള്ള കാരണം അവിടെയുണ്ട്. പക്ഷേ നാഡികളെ സ്വാധീനിച്ച് വേദനയുടെ മെസ്സേജസ് തലച്ചോറിൽ എത്തുന്നത് തടയുമ്പോൾ നാം അതറിയുന്നില്ല. ഓപ്പറേഷനുകളിൽ അനസ്തേഷ്യ എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. മയക്കുന്നതിന് പകരം നട്ടെല്ലിലെ സുഷുമ്ന നാഡിയിൽ ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഇതിനാവശ്യമായ പല മരുന്നുകളും നിർമ്മിക്കാൻ മൂർഖൻ, രാജവമ്പാല തുടങ്ങിയ പാമ്പുകളുടെ വെനത്തിലെ ന്യൂറോടോക്സിനുകളാണ് ഉപയോഗിക്കുന്നത്. കോബ്രോടോക്സിൻ എന്ന വേദന സംഹാരി മൂർഖൻ്റെ വിഷത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. ക്യാൻസർ മൂലമുള്ള കഠിനമായ വേദന, വിട്ടുമാറാത്ത സന്ധിവാതം, ആർത്രൈറ്റിസ് എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ പലപ്പോഴും മോർഫിൻ ഉപയോഗിക്കുന്നുണ്ട്. കടുത്ത കെമിക്കലായ മോർഫിന് സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലാണ്. എന്നാൽ മോർഫിനേക്കാൾ ശക്തിയുള്ളതും എന്നാൽ സൈഡ് എഫക്റ്റുകൾ കുറഞ്ഞതുമായ വേദന സംഹാരിയായി മൂർഖൻ്റെ വനത്തിൽ നിന്നുണ്ടാക്കുന്ന അനൽജസിക്കുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്.
അതുപോലെ ക്യാൻസർ ചികിത്സയിൽ മൂർഖൻ്റെ വിഷത്തിലെ ചില പ്രോട്ടീനുകൾക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ ശേഷിയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ട്യൂമറുകളിലേക്കുള്ള രക്തയോട്ടം തടയാനും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുമുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകളിൽ ഇന്നിത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തയോട്ടം കൂട്ടി ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകളും മൂർഖൻ്റെ വനത്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ സമൂഹങ്ങളുടെയും സാംസ്കാരിക ജീവിതത്തിൽ പൗരാണിക കാലം മുതൽ പാമ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ ലോഗോയിലും ഉള്ളത് പ്രധാനമായും 2 പാമ്പുകളാണ്. ഇനി പറയൂ കൂട്ടുകാരെ, പാമ്പുകളെ കൊല്ലണോ അതോ സംരക്ഷിക്കണോ? സർപ്പങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. അവയുടെ നിലനിൽപ്പിന് വേണ്ടി വിഷം പ്രയോഗിക്കാറുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കുക. അവ നമ്മുടെ രക്ഷകർ കൂടിയാണ്. അവയെ ബഹുമാനത്തോടെ സംരക്ഷിക്കുക എന്നത് നമുക്ക് നമ്മോട് തന്നെയും സമൂഹത്തോടും ഉള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. പലപ്പോഴും സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നല്ല ചികിത്സ കിട്ടാത്തതോ അല്ലെങ്കിൽ ചികിത്സിച്ച് സാമ്പത്തികമായി തകരാറിലായിപ്പോയതോ ആയ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നല്ല കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും എടുക്കുക. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ കണ്ടെത്താനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.